സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ വീണ്ടും ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധി. ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ പണം കുടിശ്ശിക വന്നതിനെ തുടർന്ന് ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ വിതരണക്കാർ ആശുപത്രിയിലെത്തി. 250 കോടിയിലധികം രൂപ കുടിശ്ശികയായതിനെ തുടർന്നാണ് കമ്പനികളുടെ നടപടി. കോഴിക്കോട് ശസ്ത്രക്രിയാ ഉപകരണം തിരിച്ചെടുക്കാൻ ആശുപത്രി അധികൃതർ അനുവദിച്ചില്ല. തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം മെഡിക്കൽ കോളേജുകളിലെ സൂപ്രണ്ടുമാരുമായി ചർച്ച നടത്തുമെന്ന് വിതരണക്കാർ അറിയിച്ചു. മാർച്ചോടുകൂടി കുടിശ്ശിക നൽകുമെന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞിരുന്നുവെങ്കിലും വീഴ്ച വന്നതിനെ തുടർന്നാണ് വിതരണക്കാർ കടുത്ത നടപടിയിലേക്ക് നീങ്ങിയത്. നമ്മൾ ഇന്ന് സ്റ്റോക്ക് വിഡ്രോ ചെയ്യാനായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, എറണാകുളം GH ഇത്രയും സെൻറ്റേഴ്സിന് ഫസ്റ്റ് ഫേസിൽ നമ്മൾ കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് തിരിച്ചെടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. നമ്മളിവിടെ കാലിക്കറ്റ് സംസാരിച്ച സമയത്ത് നമുക്ക് പേയ്മെൻറ്റിനെ പറ്റിയൊരു ഉറപ്പ് കിട്ടിയിട്ടില്ല. നമ്മൾ കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് നമുക്ക് തിരിച്ചെടുക്കാനുള്ള ഒരു തരം വിസമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മൾ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കൂടുന്നുണ്ട്. ഇനി അങ്ങോട്ട് എന്ത് വേണം, എന്താ നിലപാടെടുക്കേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് ഏകദേശം എത്ര കോടി, 250 കോടി രൂപയാണോ തന്നെ? നമുക്ക് നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ നമ്മൾ ലെറ്റർ കൊടുക്കുമ്പം ജൂൺ വരെ 30 വരെ 158 കോടിയാണ് നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത്. അതിൽ ഓൾമോസ്റ്റ് കുറച്ച് എമൗണ്ട് തന്നിട്ടുണ്ട്. നമുക്ക് ഏകദേശം 26-27 കോടിയോളം തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞത് മാർച്ച് 31 വരെയുള്ള പേയ്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് റീപ്ലേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ ഓഗസ്റ്റിൽ അറിയിച്ചിരുന്നു. പക്ഷേ ആ പേയ്മെൻറ്റ് ഒന്നും ഇവിടെ വന്നിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നോ? നമ്മൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ലെറ്റർ കൊടുത്തതിന് ശേഷം നമുക്ക് ആകെയുള്ളൊരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. DMEയുടെ ആയിരുന്നു. ഒക്ടോബർ 3 DMEൻ്റെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് പോസിറ്റീവായിട്ട് പേയ്മെൻറ്റ് തരുന്നതായിരുന്നു പറഞ്ഞിരുന്നത്. അതിന് ഫലം കാണാത്തത് കൊണ്ടാണ് നമ്മളിന്ന് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് പ്ലാൻ ചെയ്തിരുന്നത്. വാർത്തയുടെ വിവരങ്ങളുമായി ശ്രീനന്ദയാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. ശ്രീനന്ദ, ഇപ്പോൾ അനഘയോടെ ഈ വിതരണക്കാർ ചില കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്നത്. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വലിയ പ്രതിസന്ധി നേരിടുന്നു. ഈ ഉപകരണങ്ങൾ തിരിച്ചെടുക്കും എന്നാണ് ഇപ്പോൾ വിതരണക്കാർ മുന്നറിയിപ്പ് നൽകുന്നത്. അവർ കടുത്ത നടപടിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മെഡിക്കൽ കോളേജിൽ താൽക്കാലികമായ ഒരു ആശ്വാസം വിതരണക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. 10 ദിവസത്തെ അവധി വിതരണക്കാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് നൽകിയിട്ടുണ്ട്. 10 ദിവസത്തിനകം മാർച്ച് വരെയുള്ള കുടിശ്ശികയെങ്കിലും നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ വിതരണക്കാർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. നിരന്തരമായുള്ള ഈ ഒരു ആശുപത്രി അധികൃതരുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വിതരണക്കാർ എത്തിച്ചേർന്നത്. എന്തായാലും തൽക്കാലത്തേക്ക് അവർ അവിടെ നിന്നുള്ള ഒരു ഉപകരണങ്ങളും, സ്റ്റെന്ത് ഉൾപ്പെടെയുള്ള ഒരു ഉപകരണങ്ങളും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകില്ല എന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. 10 ദിവസത്തിന് ശേഷം ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ അധികൃതരുടെ ഈ വാക്കുകളെല്ലാം തന്നെ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ തുടർന്നും ഉപകരണങ്ങൾ വിതരണം ചെയ്യുമെന്നുള്ളൊരു ഉറപ്പ് കൂടി ഈ ഒരു വിതരണക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇന്ന് വൈകുന്നേരം വിതരണക്കാരൊരു യോഗം ചേരുന്നുണ്ട്. യോഗം ചേർന്ന ശേഷം ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു ലഘുലേഖ തയ്യാറാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന മെഡിക്കൽ കോളേജിന് ഒരു ചെറിയൊരു ആശ്വാസമാണ് എന്ന് പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും അവിടെ വരുന്ന രോഗികൾക്ക് ഒരു ചെറിയ ആശ്വാസം എന്ന രീതിയിൽ ഈ ഒരു മുന്നറിയിപ്പോട് കൂടി വിതരണക്കാർ ഇപ്പോൾ. ശ്രീനന്ദ, ഒരു സംശയം, ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമാണോ ഈ 10 ദിവസത്തെ ഒരു ഇളവ് നൽകിയിരിക്കുന്നത്? ഈ കണ്ണൂർ അതുപോലെ മറ്റു കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലൊക്കെ ഇങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ട്. അത് മറികടക്കാൻ ആവശ്യമായ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? നീലിമ, ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനാണ് 10 ദിവസത്തെ ഒരു സാവകാശം നൽകിയിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുറച്ചു മുൻപ് അനഘ പറഞ്ഞതുപോലെ തന്നെ തൽക്കാലത്തേക്ക് അധികൃതരുടെ അപേക്ഷ മാനിച്ച് അവിടെ നിന്ന് തൽക്കാലത്തേക്ക് ഉപകരണങ്ങൾ എടുത്തു മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വിതരണക്കാർ തന്നെ പറയുകയുണ്ടായി. പക്ഷേ തിരുവനന്തപുരത്ത് മാത്രമാണ് ഈ ഒരു 10 ദിവസത്തെ ഇളവ് തൽക്കാലത്തേക്ക് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. 4 മെഡിക്കൽ കോളേജുകളിലാണ് ഇത്തരത്തിലൊരു വിതരണക്കാർ അവിടെ നിന്ന് ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് പോകുമെന്നുള്ളൊരു തീരുമാനത്തിൽ ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരുകയും ശേഷം DMEയോട് അതുപോലെ തന്നെ സൂപ്രണ്ടിനോടുമൊക്കെ സംസാരിച്ച ശേഷമാണ് അവരുടെ അഭ്യർത്ഥന പ്രകാരമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ശരി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെറിയൊരു പ്രതിസന്ധിക്ക് അയവ് വന്നിരിക്കുകയാണ്. ശ്രീനന്ദയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.